നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചേരുംകുഴി മുരിക്കുംകുണ്ടിൽ കുളത്തിൽ വീണ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. നീർച്ചാലിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ 10 വയസ്സുള്ള സരുണാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരനെ രക്ഷപ്പെടുത്തി. തൃശൂർ ജില്ലയിൽ 24 മണിക്കൂറിനുള്ളിൽ പെയ്തത് 41.81 മില്ലിലിറ്റർ മഴ. നിലവിൽ ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോഴിക്കോടും ആലുവയിലും ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് ട്രെയിനുകൾ വൈകിയോടുന്നു. പെരിഞ്ഞൽകുത്ത് ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങി. ജലനിരപ്പ് 420 മീറ്ററിൽ ക്രമീകരിച്ച് ഡാമിന്റെ 7 ഷട്ടറുകളും തുറന്നു. ഇനിയും കൂടുതൽ മഴയുണ്ടായ സ്ലൂയിസ് വാൽവും തുറക്കുമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരമേഖലയിലുള്ളവർക്ക് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള തീരദേശവാസികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്നും 29, 30 തീയതികളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി പഴവൂർ ഇടിക്കുന്നിയിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലുവായിൽ കനത്ത മഴയിൽ മരം വീണ് വീട് തകർന്നു. നെല്ലുവായി തെക്കുമുറിയിൽ ആർട്ടിസ്റ്റ് സദന്റെ വീടാണ് തകർന്നത്. കല്ലേറ്റുംകര പട്ടാളം റോഡിൽ കൂറ്റൻ തേക്ക് മരം കനത്ത കാറ്റിലും മഴയിലും കടപുഴകി വീണു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരമാണ് റോഡിന് കുറുകെ വൈദ്യുതി ലൈനുകളുടെ മുകളിലേക്ക് വീണത്. ചാലക്കുടിയിൽ വീണ്ടും മിന്നൽ ചുഴലി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മിന്നൽ ചുഴലി വീശിയത്. മിന്നൽ ചുഴലിയിൽ കാർഷിക വിളകൾക്ക് നാശം സംഭവിച്ചു. കാറ്റിലും മഴയിലും വടക്കാഞ്ചേരി മേഖലയിൽ വ്യാപക നാശനഷ്ടം. എങ്കക്കാട് മരം വീണ് വീടിന്റെ മേൽക്കുര പൂർണ്ണമായും തകർന്നു. എങ്കക്കാട് പൈറ്റുശാലിയിൽ സെയ്തുമാധവന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. മറ്റത്തൂർ കടമ്പോട് കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. കടമ്പോട് പാറയിൽ മേരി പാപ്പച്ചന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത്. ചന്ദ്രാപിന്നിയിൽ കനത്ത കാറ്റിലും മഴയിലും മരം വീണ് വീടിന് നാശനഷ്ടം. എടത്തുരുത്തി 11-ാം വാർഡ് ചന്ദ്രാപിന്നി SN വിദ്യാഭവന് കിഴക്ക് വശം മണ്ടന്തറ ബിജുവിന്റെ വീടാണ് തകർന്നത്. ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പുതുക്കാട് കാഞ്ഞൂരിൽ കരുമത്തയിൽ റോയിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റത്തൂരിൽ ഷെഡിന് മുകളിലേക്ക് സിമന്റ് കട്ട ശേഖരം ഇടിഞ്ഞു വീണ് കാർ ഭാഗികമായി തകർന്നു. 3 മുറി കല്ലമ്പി വീട്ടിൽ റോയിയുടെ കാറയാണ് കേടുപറ്റിയത്. മുണ്ടത്തിക്കോട് ട്രാവലർ ഇടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് ദാരുണാന്ത്യം. മുണ്ടത്തിക്കോട് കോണിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ ഭാര്യ 43 വയസ്സുള്ള ധന്യയാണ് മരിച്ചത്. പഴയന്നൂർ കർഷക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസുകാർ ചേരിതിരിഞ്ഞു മത്സരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും ബാങ്ക് ഭരണസമിതി അംഗവുമായ പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ റോഡ് ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് പണം തട്ടിപ്പ് കേസിൽ ED പ്രതി ചേർത്ത AC മൊയ്തീൻ MLAയും കെ രാധാകൃഷ്ണൻ MPയും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ ടൂർണമെന്റിലൂടെ ലഭിച്ച തുക കൊണ്ട് 300ഓളം വിദ്യാർത്ഥികൾക്ക് എടത്തുരുത്തി പല്ല ഫ്രണ്ട്സ് ക്ലബ്ബ് സൗജന്യമായി നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു. ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കമ്മീഷണർ CP സാലിക് ഉദ്ഘാടനം ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ 61-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു.
കരുവന്നൂർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ MLA AC മൊയ്തീനും MP രാധാകൃഷ്ണനും സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പുന്നംപറമ്പ് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് അസംബ്ലി വൈസ് പ്രസിഡന്റ് അഖിൽ P. സാമുവൽ ഉദ്ഘാടനം ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷിക ദിനത്തിൽ NCPS ജില്ലാ കമ്മിറ്റി നെഹ്റു സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. NCPS ജില്ലാ പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ പുല്ലഴി ഡിവിഷനിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നും 100 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പൊതുപ്രവർത്തകരായ വിനോദ് പുല്ലഴി, മുൻ ഡിവിഷൻ കൌൺസിലർ രജനി വിജു, ജിഷ സന്തോഷ്, ബിന്ദു ആൻഡോ തുടങ്ങിയവർ നേതൃത്വം നൽകി. തകർന്നു കിടക്കുന്ന വാടാനപ്പള്ളി തൃത്തല്ലൂർ മീൻചന്ത റോഡും പാലവും ഗതാഗത യോഗ്യമാക്കണമെന്ന് ജനകീയ സംരക്ഷണ സമിതി പ്രവർത്തക യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമിതി കൺവീനർ ഖാദർ ചേലോട് അധ്യക്ഷത വഹിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും വേലൂർ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. 12ാം വാർഡിൽ തെങ്ങ് വീണ് കിഴക്കേപ്പേരയിൽ ആരതിയുടെ വീട് തകർന്നു. വേലൂർ വെങ്ങിലശ്ശേരിയിൽ മാവ് മറിഞ്ഞ് വീണ് തട്ടാൻ അർജുനന്റെ കാറും ബൈക്കും ഭാഗികമായി തകർന്നു. കനത്ത മഴയിലും കാറ്റിലും എരുമപ്പെട്ടി നെല്ലുവായിൽ മരങ്ങൾ വീണ് വാഴകൃഷി നശിച്ചു. നെല്ലുവായ് പുഴക്കരയിലുള്ള വാഴത്തോട്ടത്തിലെ 40 ചെങ്ങാലിക്കോടൻ വാഴകളാണ് നശിച്ചത്. കനത്ത മഴയെ തുടർന്ന് ഏനമാങ്കൽ റെഗുലേറ്ററിനോട് ചേർന്നുള്ള വളയംകെട്ട് ഭാഗികമായി പൊട്ടിച്ചു. റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകൾ തുറന്ന് വെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിട്ടു. വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായി. 3 ദിവസമായി ജയിലിൽ നിരാഹാര സമരത്തിലിരിക്കുന്ന രൂപേഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പാർലിക്കാട് പത്താംകല്ലിൽ തെരുവുനായ ആക്രമണത്തിൽ 2 വയസ്സുകാരനുൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ LDF ഭയപ്പെടുന്നില്ലെന്നും അവിടെ അൻവർ ഫാക്ടല്ല സീറോ ഫാക്ട് ആണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഭരിക്കുന്ന കക്ഷിക്ക് രാഷ്ട്രീയ ശത്രുക്കളെ നേരിടാൻ വേണ്ടി തുടല് പൊട്ടിച്ച് പറഞ്ഞുവിടാൻ വേണ്ടിയുള്ളതാണ് ED എന്നും ബിനോയ് വിശ്വം. കടങ്ങോട് നിയന്ത്രണം വിട്ട ഗുഡ്സ് വാഹനം ഇടിച്ച് ചായക്കട തകർന്നു. കടങ്ങോട് പൂവത്തിങ്കൽ സുജാതയുടെ ചായക്കടയാണ് തകർന്നത്. കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി. ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ ചെറുതുരുത്തി സെന്ററിൽ ഗർത്തം രൂപപ്പെട്ടു. പൈപ്പ് ലൈൻ പൊട്ടിയാണ് റോട്ടിൽ ഗർത്തം രൂപപ്പെട്ടത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷികം കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ആചരിച്ചു. അനുസ്മരണ ചടങ്ങ് UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം കടമ്പോട് യൂണിറ്റ് സമ്മേളനം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. TD ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാമത് ചരമവാർഷികം കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് K. രാമചന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.